ബീഫ് മന്തി, ചിക്കൻ മന്തിയും മട്ടൻ മന്തി ഇതൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഈ ഒരു സംഭവം ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുരുമുളക് പൊടി, അതുപോലെ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് മല്ലിയില വേണം, പുതിനയില, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം, പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് അറബിക് മസാലയില്ലേ, മന്തി മസാല, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഏലക്കായും ഗ്രാമ്പു പട്ട ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് 2 പീസ് മാഗി ക്യൂബും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പകുതി ചെമ്മീനോളം നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്. ഇതിലോട്ട് നന്നായിട്ട് തന്നെ വേവിച്ച റൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ എല്ലാ മന്തിക്കും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുക. കുറച്ച് ചാർക്കോൾ, ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പുകയിച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടില്ലേ, ആ ചെമ്മീന് കുറച്ച് ഓയിലും ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. വേറൊന്നും അതിലോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എടുത്ത് വെച്ച പോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക് യു.